ആണവ ഭീകരതയെക്കുറിച്ചും ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ചും സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പൊടുന്നനെ വെടിനിർത്തൽ എന്ന പരിഹാരത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇറാനിലെ ആക്രമണം ലക്ഷ്യം കണ്ടതിനാൽ വെടിനിർത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതും എന്തുകൊണ്ടാണ്? അപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചത് ആര്? 12 ദിവസത്തിന് ശേഷം ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിച്ച് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഉയരുന്നത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റവും ഇസ്രായേലും US-ഉം ലക്ഷ്യമിടുന്നതായി ആക്രമണത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷേ 12 ദിവസത്തിന് ശേഷം വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ ഇത് രണ്ടും സംഭവിച്ചില്ല എന്നതാണ് നഗ്നമായ സത്യം. നദാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു. ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്കതായ പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നത് എന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. പിന്നീട് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളിലും ഫോർഡോ പ്ലാന്റിനും അത് സ്ഥിതി ചെയ്യുന്ന ടെഹ്റാനത്തേക്കുള്ള പർവ്വതത്തിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കാണിച്ചിരുന്നു. എന്നാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചിട്ടില്ല എന്നാണ് US-ന്റെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇറാന്റെ ആണവ പദ്ധതികളെ ദുർബലമാക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആണവ പദ്ധതികളെ ഏതാനും മാസത്തേക്ക് വൈകിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂവെന്നുമാണ് ഇവരുടെ റിപ്പോർട്ട്. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന് ഇറാനിലെ ആണവ പദ്ധതിയെ തുടച്ചു നീക്കി എന്ന് ട്രംപ് പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തിന് വിരുദ്ധമാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഈ വിലയിരുത്തൽ. രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ പറ്റി വന്ന മാധ്യമ വാർത്തകളൊക്കെ വ്യാജമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക നടപടികളിൽ ഒന്നിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ കൈകോർത്തിരിക്കുകയാണ് എന്നും ആ മാധ്യമങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നേരിടുകയാണ് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നും അദ്ദേഹം കുറിച്ചു. പക്ഷേ ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ 3 ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി 400 കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി US വൈസ് പ്രസിഡന്റ് JD വാൻസിന് സമ്മതിക്കേണ്ടി വന്നത് അമേരിക്കയ്ക്ക് നാണക്കേടായി. അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതാണ് എന്നും ഇത് 10ഓളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് എന്നുമാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരും പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും 400 കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് ഇവരുടെയും വെളിപ്പെടുത്തൽ. മാറ്റപ്പെട്ടിരിക്കുന്ന 400 കിലോഗ്രാം യുറേനിയത്തിൽ 60% സമ്പുഷ്ടീകരിച്ചതാണ്. 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നത്. അതായത് ആയുധം നിർമ്മിക്കാൻ വേണ്ടതിനോട് വളരെ അടുത്ത ഘട്ടം വരെ സമ്പുഷ്ടീകരണം പൂർത്തിയായ യുറേനിയമാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന് ഇനിയും ആണവായുധം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാം. ഈ സാഹചര്യം അപകടകരമാണ് എന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ആക്രമണം മുൻകൂട്ടി കണ്ട ഇറാൻ വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചതിന്റെ ഫലമായി ഏതാനും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനപ്പുറം കാര്യമായ പ്രഹരമേൽപ്പിക്കാനായിട്ടില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നാറ്റോ സമ്മേളനത്തിന് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്ന് ദോഹയിലെ സാമ്പിൾ ഓപ്പറേഷനിലൂടെ ഇറാൻ സൈന്യം തെളിയിച്ചതോടെയാണ് ട്രംപ് വെടിനിർത്തലിന് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനും ഇസ്രായേലും വീണ്ടും ആക്രമണം കടുപ്പിച്ചതോടെ അതുവരെയും ഇസ്രായേൽ പക്ഷത്തുണ്ടായിരുന്ന ട്രംപ് നെതന്യാഹുവിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇറാനിൽ ഇപ്പോൾ ഭരണമാറ്റം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയുള്ളൂവെന്നും ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതോടെ ലക്ഷ്യം കാണും മുന്നേ ധൃതിപ്പെട്ട് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതേസമയം
ഇസ്രയേലിന് പൂർണ്ണ ലക്ഷ്യം നേടാൻ ആയില്ലെങ്കിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർക്കാനായതും ഉന്നത സൈനിക ജനറൽമാരെയും ഇന്റലിജൻസ് മേധാവിമാരെയും വധിച്ചതും ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചതുമെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ്. ഒപ്പം ചാരസംഘടനയായ മൊസാദ് മാസങ്ങൾക്ക് മുൻപേ ഇറാനിൽ രഹസ്യ താവളങ്ങൾ ഉണ്ടാക്കി ഇറാനുള്ളിൽ തന്നെ ഡ്രോൺ ആക്രമണം നടത്തി വൻ നാശമുണ്ടാക്കാനായത് ഇസ്രായേൽ ഇറാന് നൽകിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു. ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ കൂടി യുദ്ധത്തിൽ കൂട്ടാളിയാക്കാൻ കഴിഞ്ഞതും നെതന്യാഹുവിന് വലിയ നേട്ടമാണ്. പക്ഷേ ലക്ഷ്യം കാണാതെ പിൻവാങ്ങിയതിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം കടുത്ത വിമർശനം ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇതിനെ ഇനി എങ്ങനെയാണ് നെതന്യാഹു പ്രതിരോധിക്കുക എന്നതും കണ്ടറിയണം. അതേസമയം വലിയ തിരിച്ചടികളാണ് ഈ യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായത്. പക്ഷേ ഉന്നത ജനറൽമാരെ ഇല്ലാതാക്കിയിട്ടും യുദ്ധവീര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു വൻ ശക്തിയായ US-നെ വെല്ലുവിളിച്ച സംഭവം. സുഹൃത്ത് രാജ്യമായ ഖത്തറിലെ US താവളങ്ങളിൽ ആക്രമണം നടത്തി ട്രംപിനെ പോലും ഞെട്ടിക്കാൻ ഇറാനായി. ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാനാവുമെന്ന് തെളിയിച്ചതും ഇറാന്റെ നേട്ടമാണ്. പക്ഷേ ഇസ്രായേൽ ആക്രമണത്തിൽ ആദ്യ ദിവസം തന്നെ ഇറാന് നഷ്ടമായത് സൈനിക നേതൃത്വത്തിലെ ഒട്ടേറെ ഉന്നതരെയും രാജ്യത്തെ പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞരെയുമാണ് എന്നത് ഇറാനെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. എന്തായാലും വെടിനിർത്തൽ അംഗീകരിച്ചതോടെ ചരിത്ര വിജയം അവകാശപ്പെട്ടിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. വെടിനിർത്തലിന് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് ഇനി വരുന്നാളുകളിൽ നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്.